ഒരു വ്യക്തി, അയാൾ നിൽക്കുന്ന ഒരു ദർശനമുണ്ട്. ഈശ്വരൻ എന്ന് പറയുന്ന ഒരു ദർശനത്തിൽ അത് ഈശ്വരനാണെന്നും താൻ അദ്ദേഹത്തിൻ്റെ പുത്രനാണെന്നും, ആത്മാവൈ പുത്രനാമാസി എന്ന പ്രമാണപ്രകാരം ആകെ ഒരു ആളേ ഉള്ളൂ, അത് ഈശ്വരൻ മാത്രമാണെന്നും ഏകദൈവമാണെന്നും അതിൽ ആ ഏകദൈവം പലതായി തീർന്നതാണ് ഈ പ്രപഞ്ചമെന്നും വേദാംഗങ്ങൾ പറയുന്ന സത്യത്തെ ദാർശനികമായി ഞാൻ ഉൾക്കൊള്ളുകയും ഉപാസിക്കുകയും അത് അനുഭവിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, ശ്രുതി യുക്തി അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഞാൻ രാജ പദവിക്കെതിരായി പ്രവർത്തിക്കുന്നുവെന്നോ, ഞാൻ ജനങ്ങളെ സംഘടിപ്പിക്കുന്നു, അറിവ് കൊടുത്തെന്നോ, ഈ അറിവ് നാളെ ജനതയ്ക്കുണ്ടായാൽ രാജകിരീടങ്ങൾ പോകുമെന്നോ രാജാവിന് തോന്നി എന്നെ ഒരു കുരിശും ചുമപ്പിച്ച് ഗാഗുൽത്തയിലേക്ക് നടത്തിക്കഴിഞ്ഞാലും ഞാൻ എൻ്റെ ദർശനം വെടിയാൻ തയ്യാറാവില്ല. തൂക്കിൽ എൻ്റെ ശരീരം മാത്രമേ അപ്പോൾ ഇടാൻ പറ്റുള്ളൂ. അതാണ് ക്രിസ്തു. ആ ദർശനം ഉൾക്കൊള്ളുന്ന ഒരുത്തന് എന്ത് പീഡനം വന്നാലും എന്തു വന്നാലും അവൻ ആ ദർശനത്തിലാണ് നിൽക്കുക. മറിച്ച് കാലാന്തരത്തിൽ ആ ദർശനം ഒരു ബോധവൽക്കരണ പ്രക്രിയയായി മാറുകയും ക്രിസ്തു മാറി നിൽക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വിചാരപരമായ ഒരു അറിവ് നേടിയാൽ, ഒരു പരീക്ഷ എഴുതി, ഇത്ര കൊല്ലം ബൈബിൾ പഠിച്ചൊരു പരീക്ഷ എഴുതി അതിൽ നിന്നൊരു സർട്ടിഫിക്കറ്റ് കിട്ടി, ആ സർട്ടിഫിക്കറ്റിൻ്റെ ബലത്തിൽ ഞാൻ അതിന് പറ്റിയ പുരോഹിതനാണ് എന്ന് പറയുന്ന ഒരവസ്ഥ വന്നാൽ ഞാൻ എന്ത് നീചമായ പ്രവൃത്തിയും ചെയ്യും. ആ നീചമായ പ്രവൃത്തികൾ ചെയ്യുമ്പോഴൊന്നും വൈകാരിക വിദ്യാഭ്യാസം കൊണ്ട് ക്രിസ്തുവോ ക്രിസ്തീയ സങ്കല്പമോ ക്രിസ്തുവിൻ്റെ ത്യാഗമോ എൻ്റെ ഉള്ളിലുണ്ടാവില്ല. മാത്രവുമല്ല, ഇതര ദർശനങ്ങളോട് എതിർക്കാനുള്ള പ്രേരണയും എന്നിലുണ്ടാവും. നേരെ മറിച്ച് ക്രിസ്തുവിൻ്റെ സാൽമ്യമായ സ്നേഹവും സാഹോദര്യവും നന്മയും എന്നിലുണ്ടായാൽ ലോകത്തിലെ ഒരു മതവും ഒരു വ്യക്തിയും ഒരു രാജാവും എനിക്കെതിരാകുന്നില്ല. പള്ളിക്കുള്ളത് പള്ളിക്കും സീസറിനുള്ളത് സീസറിനുമെന്ന് പറയാൻ മാത്രമല്ല, ഇതര ആളുകളെയും ശത്രുവിനെയും വരെ സ്നേഹിക്കുവാനും കഴിയും. അതിനൊരു ജാഥ നയിക്കാൻ പോവുകയില്ല. ആ വൈകാരിക വിദ്യാഭ്യാസം കിട്ടിയ ഒരു ക്രിസ്തുവിൻ്റെ അനുയായിക്ക്, അത് ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിക്ക് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരില്ല. തൻ്റെതെല്ലാം വലിച്ചെടുക്കുകയും തന്നെ തെരുവാധാരമാക്കുകയും തന്നെ തൻ്റെ ശിഷ്യൻ തന്നെ ഒറ്റുകയും മലമുകളിലേക്ക് ഈ കുരിശും ചുമന്ന് ഭാരിച്ച കുരിശും ചുമന്ന് യാത്ര ചെയ്യുകയും അവിടെ കുരിശിൽ തറയ്ക്കുകയും ചെയ്യുമ്പോഴും ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല. ഇവർക്ക് മാപ്പ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഒരു വ്യക്തിക്ക് ഉയരമുണ്ടാകണമെങ്കിൽ അയാളുടെ വൈകാരിക തന്തുവിൻ്റെ ഓരോ അംശത്തിലും ഈശ്വരവിശ്വാസത്തിൻ്റെയും നന്മയുടെയും ഭാവങ്ങൾ നിറയണം. തീർച്ചയായും ഏകമായ ഒരു ഈശ്വരൻ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം കാബാലിക മതങ്ങളും കുണ്ടികാമതങ്ങളും ഉൾപ്പെടുന്ന എല്ലാ മതങ്ങളും ദാർശനിക സവിശേഷതയിൽ വ്യത്യസ്തമാണ് എന്ന് അറിഞ്ഞിട്ടും അവയിൽ ഒന്നിനോട് പോലും എതിർക്കാതെ കാബാലികൻ തല ചോദിക്കുമ്പോൾ തൻ്റെ തലയെടുത്തോളാൻ പറഞ്ഞ് ആ കൂട്ടിക്കൊണ്ടുപോകുന്ന ശങ്കരനെ, ഇത്തരം ആചാര്യന്മാർക്കെല്ലാം ഇങ്ങനത്തെ കഥകളുണ്ട്. അവിടെ പോയി തൻ്റെ തല തന്നെ എടുത്തോളൂ, ഹോമിച്ചോളൂ, പക്ഷെ തൻ്റെ ദർശനത്തിന് മാറ്റമില്ല എന്ന അടിയുറച്ച അദ്വൈത വിശ്വാസം, നീയും ഞാനും രണ്ടല്ല എന്ന ഉറച്ച വിശ്വാസം ശങ്കരനിൽ രൂപാന്തരപ്പെട്ട് നിൽക്കുമ്പോൾ ശങ്കര വേദാന്തത്തെ പുസ്തകത്തിൽ വായിച്ച് പഠിച്ച് ഒരു കോളേജിൽ നിന്ന് പരീക്ഷ എഴുതി പാസ്സായി 4 പേര് കൂടുന്നിടത്ത് ശങ്കര വേദാന്തത്തിൻ്റെ PhD എനിക്കുണ്ട് എന്ന് കാണിച്ച് അതിൻ്റെ ലക്ഷണമായി ഞാൻ സന്യാസത്തെ വിചാരപൂർവം സ്വീകരിച്ചു എങ്കിൽ എനിക്ക് ശങ്കരനാവാനാവില്ല. ഒരിക്കലാവില്ല സ്വാമിജി. ശങ്കര ദർശനം ഉൾക്കൊള്ളാൻ എനിക്കാവില്ല. അദ്വൈതമാണ് സത്യമെങ്കിൽ, എല്ലാം ഏകമാണെങ്കിൽ ഒന്നിനോടും എതിർക്കേണ്ടതില്ല എന്ന് പറയുന്ന, എല്ലാം എന്നിൽ തന്നെയാണ് നിലകൊള്ളുന്നതെന്നും എല്ലാത്തിലും ഞാൻ തന്നെയാണെന്നും പറയുന്ന, സർവഭൂതസ്ഥമാത്മാനം സർവഭൂതാനി ചാത്മനി എന്ന മഹാസത്യത്തെ ഉൾക്കൊള്ളുവാൻ വികാരം അപ്പോൾ സമ്മതിക്കില്ല.